പ്രിയപ്പെട്ടവരെ നമസ്കാരം, സമീർ മുതുകുറ്റിയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെയൊക്കെ ഈ കണ്ണൂർ ജില്ലയിൽ ചാല സ്കൂളിൽ പഠിക്കുന്ന ദേവന മോളുടെ ചികിത്സാ ഫണ്ടിന് വേണ്ടി മുമ്പേ പല രീതിയിലും ഇതിനുവേണ്ടി പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ ഓണം ഒരുപാട് വീടുകളിൽ ഒരുപാട് സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പൂക്കളമാണ് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ചാല ചങ്സ് കൂട്ടായ്മയുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ശരിക്കും ഈ ദേവന മോൾക്ക് കിഡ്നി സംബന്ധമായ അസുഖം വന്ന് വൃക്ക മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വന്ന് ഏകദേശം 60 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി സമാഹരിക്കേണ്ടി വന്നപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം കൂടെ നിന്നുകൊണ്ട് അതിന് സപ്പോർട്ടായിക്കൊണ്ട് നമ്മുടെ പല രീതിയിലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അതിന്റെ നേതൃത്വം വഹിച്ചിട്ടുള്ള നമ്മുടെ ചാല ചങ്സ് കൂട്ടായ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് 2 ദിവസങ്ങളിലായിട്ട് ഈ ഓണത്തിന് വേണ്ടിയുള്ള പൂക്കളങ്ങൾ എല്ലാ വീടുകളിലേക്കും ചാല ചങ്സ് കൂട്ടായ്മ ഒരുക്കിയിട്ട് അതിന്റെ ഫണ്ട് കംപ്ലീറ്റ് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. ആ വിശേഷങ്ങൾ നമുക്ക് ചാല ചങ്സ് ടീമിനോട് തന്നെ ചോദിച്ചറിയാം. ചാല ചങ്സ് കൂട്ടായ്മ എന്ന നമ്മളെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ദേവനമോളുടെ കിഡ്നി സംബന്ധമായിട്ട് വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് 1 മാസം മുമ്പേ ഞങ്ങളിത് തുടങ്ങിയതാണ്. അപ്പോൾ നല്ല രീതിയിൽ വിജയിച്ചു. അതാണ് എനിക്ക് പറയാനുള്ള. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നത്. ശരിക്കും ഏകദേശം 1 മാസത്തോളം ഇതിന്റെ എഫേർട്ട് ഉണ്ട് എന്നാണ് നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ. എല്ലാവരും വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കാരണം ശരീരം ഒക്കെ മറന്നുകൊണ്ട് റോഡ് സൈഡിലൊക്കെ എല്ലാവരെയും ഈ സംരംഭത്തിലേക്ക് ഈ സഹായ നിധിയിലേക്ക് പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച നമ്മുടെ വളണ്ടിയേഴ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് പൂ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 10 ടണ്ണ് അടുപ്പിച്ചോളം പൂ ഇറക്കിയിട്ടുണ്ട്. പലതരം കളറായിരിക്കും, പല സ്ഥലത്തും നയിക്കും. പിന്നെ ഇത് എല്ലാവരും എന്ന് വെച്ചാൽ ഒറ്റക്കെട്ടായിട്ട്, അതായത് അവരവരെ പോക്കറ്റ് ചിലവാക്കിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു പങ്കും ആരും വഹിച്ചിട്ടില്ല. എല്ലാവരും അവരവരെ പോക്കറ്റിൽ ചായ വരെ കുടിക്കുന്നത് അവരെ പോക്കറ്റിലാണ്. അത്രയും എന്താണെന്ന് പറയുക. അതുപോലെ തന്നെ ജനങ്ങളും ഞങ്ങളുടെ വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് തന്നെ ഏറ്റവും നല്ലൊരു മാതൃകയാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ ഇട്ടുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ, ഇതാ നമ്മുടെ വിജേഷ് നമ്മുടെ സുഹൃത്താണ്, പിന്നെ ചാല ചങ്സിന്റെ ഭാരവാഹികളാണ് ഈ കാണുന്നവരൊക്കെ. അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളടക്കം എല്ലാ വർക്കുകളും മാറ്റി വെച്ചിട്ട് ഇതിനുവേണ്ടി മാത്രം ഊണും ഉറക്കവും ഭക്ഷണം ഒന്നുമില്ലാതെ ഇതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചത് അങ്ങനെ ഒരു സുഹൃത്താണ് നമ്മുടെ ഖാദർ കപ്പറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ചാരിറ്റി പ്രവർത്തനങ്ങളായാലും അതിൽ നമുക്ക് ഒരു തുടങ്ങുന്ന സമയത്ത് ഒരു പേടിയുണ്ടാവും, ഇത് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഏതും തുടങ്ങുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ ഒരു ഉൾധൈര്യം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു ഉൾധൈര്യം ഉണ്ട്. അത് എത്രത്തോളം ഫലവത്തായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏകദേശം പ്രതീക്ഷ എമൗണ്ട് ഒക്കെ വന്നിട്ടാവില്ലേ? പിന്നെ എല്ലാവരും ഐക്യം എന്നും നിലനിൽക്കണം. ഇനി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഫാദർക്ക് തന്ന സപ്പോർട്ട് എന്തിനും നിങ്ങളെ കൂടെ, അതായത് സാമ്പത്തികമായിട്ടും ഇനി എന്ത് പിന്നോട്ട് വന്നാലും ഫാദർക്ക് മുന്നിൽ നിന്നിട്ട് പറഞ്ഞ് ചെയ്തോ, സത്യമായിട്ടും നമ്മളിങ്ങനെ ധൈര്യം. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന എല്ലാവർക്കും പൂക്കൾ ഏകദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നല്ല മധുരമായ പായസം, അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയ പായസം. എല്ലാവരും ഈ സ്നേഹം, ഇതിന്റെ സ്വാദ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ എങ്ങനെയെങ്കിലും അത് വിജയത്തിലെത്തിക്കിട്ട് ആ കുട്ടി എത്രയും പെട്ടെന്ന് സുഖമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവസാന ഘട്ടത്തിൽ ഈ പിന്നെ പൂക്കളം അതിന്റെ കച്ചവടം അവസാന ഘട്ടത്തിൽ കുറച്ച് പൂക്കൾ കൂടി ബാക്കിയുണ്ട്. എന്തായാലും അവസാന ഘട്ടത്തിലായതുകൊണ്ട് എല്ലാ വളണ്ടിയേഴ്സിനും ഏകദേശം ഇത്ര ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും കിട്ടണമെന്നില്ല. അപ്പൊ എന്തായാലും എല്ലാ വളണ്ടിയേഴ്സിനും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതൊന്നും പറയണം. അത്രോ മെയിനായിട്ട് മൂസ അമ്പി ഇവരാണ്. എവിടെ പോകണമെന്ന് അവിടെ പോകും.
ശരിക്കും ഇന്ന് രാവിലെ മുതൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയൊക്കെ പിന്നെ മാറ്റി വെച്ചുകൊണ്ടാണ് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇവരൊക്കെ ഈ പിന്നെ ഇത്രയും പ്രയത്നം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, അത് പ്രത്യേകിച്ച് ചെറിയ കുട്ടിയാകുമ്പോൾ കിഡ്നി രോഗം വരിക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവിൽ വെള്ളം കൂടി അത് ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ അതിലൊരുപാട് ബുദ്ധിമുട്ടുകൾ, അത് ചെറിയ കുട്ടിക്കാകുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് പ്രയാസങ്ങൾ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നൽകണം. തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് പിന്നെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കുട്ടിയുടെ ഫണ്ട് സമ്മാനിക്കുന്നതിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് മുന്നേറണമെന്ന് മാത്രമാണ്. ഇതുമായിട്ട് നാട്ടുകാരൊക്കെ സഹകരിച്ചിട്ടില്ല. നല്ല അടിപൊളി നാട്ടുകാർ പറഞ്ഞാൽ 100% നമ്മളെപ്പരം തന്നെ. അത് പിന്നെ ഓണത്തിന്റെ ഒരു സന്ദേശം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ട് എന്നുള്ളതോ, മനുഷ്യരെല്ലാവരും ഒരേപോലെ എന്നുള്ള ഒരൊറ്റ സന്ദേശം. ആ സന്ദേശം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് ആ കുട്ടി അടുത്ത പ്രാവശ്യം നമ്മളെപ്പുറം ഓണത്തിന്, അടുത്ത ഓണത്തിന് നമ്മളെപ്പുറം ആ കുട്ടി എന്തായാലും ഞങ്ങളുടെ കൂടെ നമ്മളെപ്പുറം തന്നെ ഇവിടെ പുറം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മളെ കാര്യപ്പെട്ട ആളാണ് കേട്ടോ. വീട്ടിലേക്ക് പൂക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് അന്ന് ഓണത്തിന് വിളിക്കൂലേ? ഞാൻ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാമിനെ പറ്റി കൂട്ടായ്മന്റെ പ്രോഗ്രാമിനെ പറ്റി 2 വർഷം എന്തായാലും ഹൃദയം നിറഞ്ഞിട്ടല്ലേ, ഹൃദയത്തിൽ തൊട്ടിട്ടല്ലേ ഞാൻ എൻ്റെ ഓരോ വാക്കുകൾ ഹൃദയത്തിൽ തൊട്ടിട്ടാണ്. കാരണം നമ്മുടെ ദേവനമോയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ മക്കളോട് കൂടി ആഘോഷിക്കേണ്ടത് പോലും ഞാൻ മാറ്റി വെച്ചു. രാവിലെ തൊട്ട് ഇവിടെ തന്നെ ഉണ്ട്. കാരണം നമ്മുടെ എല്ലാ പ്രാവശ്യവും നമ്മൾ തെരുവീതികളിലേക്ക് നമ്മൾ ഇറങ്ങാറുണ്ട് ഭക്ഷണമായിട്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചു നമ്മുടെ നാട്ടിൻ്റെ ദേവനമോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്നും ഒപ്പരം ബാക്കിൽ പ്രവർത്തിച്ച ഒരു കാര്യപ്പെട്ട ഒരാളെന്ന് ഇത് 2 വാക്ക് ഇതിനെ പറ്റി. ഇതിന് നമ്മുടെ ചാലയിലൊരു രാത്രി ആകുമ്പോൾ ഒരു 8 മണി മുതൽ 12 മണി വരെ ഈ നാടിന് തന്നെ ഒരു അഭിമാനം. നമ്മൾ കുറച്ചുകൂടെ ചെറുപ്പക്കാരുണ്ട്, എന്ത് വിഷയം പോകും, സംസാരിക്കും, പോലീസ് സ്റ്റേഷനിൽ വേണ്ടത് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഇതിനു വേണ്ടി ഈ നാട്ടിൽ എല്ലാവരും നല്ലവണ്ണം സഹകരിച്ചിരുന്നു. അത് വണ്ടിക്കാരായിക്കോട്ടെ, ജനങ്ങൾ മൊത്തമായിട്ട് ഒരേപോലെ സഹകരിച്ചിന്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ ചങ്സ് കൂട്ടായ്മയുടെ നന്ദി അറിയിക്കുകയാണ്.